എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അരിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 2 കപ്പോളം വരുന്ന അരിപ്പൊടി ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഈ ഒരു പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഈ ഒരു പൊടിയും ഉപ്പും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഉപ്പ് ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങോട്ട് എത്തിക്കോളും. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പൊടി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം നമ്മൾ ഈ ഒരു പൊടിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് കുറച്ചായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു പൊടിയുടെ ചൂടൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. കയ്യിലോട്ട് പിടിക്കുന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണോ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കുന്നതിനായിട്ട് ഇതുപോലുള്ളൊരു തട്ടിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഈ ഒരു തട്ടിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊടി കുഴച്ചെടുക്കുക, എങ്കിലേ നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. റൗണ്ട് ആയാലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് മുഴുവനായിട്ടും ഇതുപോലൊരു തട്ടിലോട്ട് അങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ആ ഒരു മാവ് മുഴുവനും ഞാൻ ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് മറ്റൊരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഈ ഒരു സവാള വാടി കെട്ടാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. സവാള ഒന്ന് വാടി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതേപോലെ ചെറിയൊരു പീസ് ഇഞ്ചി കേട്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. സവാളയുടെ കളർ ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ചെറിയൊരു തക്കാളി കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. തക്കാളി ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് പുളിയുള്ള തക്കാളി ചേർക്കരുത് കേട്ടോ. ചെറിയൊരു പീസ് തക്കാളി മാത്രം മതി, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സവാളയുടെ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു തക്കാളിയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നിൻ്റെ അളവ് കൂടിപ്പോകണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എരിവ് കാരണം കഴിക്കാൻ പറ്റാതെ ആകും കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളുടെ പച്ചമണം കറക്റ്റായിട്ടൊന്ന് മാറി വരട്ടെ. അതേപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പേസ്റ്റ് പരുവത്തിലാവട്ടെ കേട്ടോ. അതുവരേക്കും നന്നായിട്ട് ഇതുപോലെ നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് പേസ്റ്റ് പരുവത്തിലാകുന്ന സമയത്ത് ഒരു 1/4 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കരുത്, നല്ല ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അതേപോലെ ഒരു 1/4 കപ്പ് അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
അത്ര ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ തേങ്ങ എന്തായാലും ഇട്ട് കൊടുക്കുക. തേങ്ങ നമ്മൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്ന അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തീ എന്ന് പറയുന്നത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാലയും തേങ്ങയും നമ്മുടെ ഈ ഒരു അരിപ്പൊടിയുടെ ആ ഒരു മിക്സൊക്കെ നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അരിപ്പൊടി വെച്ചിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.